ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ കൂട്ട് വെച്ച് തയ്യാറാക്കുന്ന ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. നമ്മൾ പറയും മത്തി ഫ്രൈ. മത്തി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇനി നിങ്ങൾ മത്തി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് മത്തി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കണേ. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ എന്തൊക്കെയാണ് എടുക്കുന്നത് നോക്കിയാലോ. ആദ്യം ഞാൻ പച്ചമുളക് എടുക്കുന്നത്. അത് നമ്മൾ എരിവിനനുസരിച്ച് എടുക്കുക. കാരണം നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 10 വെളുത്തുള്ളിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞായത് കൊണ്ടാണ് 10 ഒക്കെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരയണമെന്നില്ല കേട്ടോ. ഞാൻ ഏകദേശം ഇതേ രീതിയിലാണ് ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെയൊക്കെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് മീനിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ഒന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇച്ചിരി പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മീനിൻ്റെ എല്ലായിടത്തോട്ടും ഈ മസാല എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. മിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴാണ് നമ്മൾ ഈ മീനിലോട്ട് ഈ മസാലകളെല്ലാം പിടിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായൊക്കെ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മീനൊക്കെ ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം. നമ്മൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ പെർഫെക്ഷനോടെ നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് കിട്ടത്തില്ല. ഞാൻ അതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മീനിന്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഒരു ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയൊക്കെ മറച്ചിട്ടതിന് ശേഷം അടുത്ത ഭാഗവും നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ക്രിസ്പിയായി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും നല്ലതുപോലെ നമ്മൾ വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മീൻ നല്ലതുപോലെ ഒന്നും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു മത്തി ഫ്രൈ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ കേട്ടോ. മത്തി അല്ലെങ്കിലും അയലയായാലും ഏത് മീനായാലും ഇതേ രീതിയിലൊക്കെ മസാല കൂട്ടിയിരുന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.